ഹായ് കൂട്ടുകാരെ, KFIL LSS ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. ഞങ്ങളുടെ കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നിങ്ങൾ ഭംഗിയായി കണ്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് പരിസര പഠനത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പഠിക്കാം. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ മഹത് വ്യക്തികൾ, സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങൾ, അവ നടന്ന വർഷങ്ങൾ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ വ്യക്തികളും അവരുടെ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാധാരണയായി LSS പരീക്ഷയ്ക്ക് കുറച്ച് മാർക്കിനുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അത് പരിസര പഠന വിഭാഗത്തിലോ പൊതുവിജ്ഞാന വിഭാഗത്തിലോ ആകാം. അപ്പോൾ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇന്നത്തെ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. കൂട്ടുകാരെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. 4ാം ക്ലാസ്സിലെ കുട്ടികൾ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് അവയെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമേ പഠിക്കേണ്ടതുള്ളൂ. അവ ഏതൊക്കെയാണ്? ചമ്പാരൻ സത്യാഗ്രഹം, ഖേഡ സമരം, അഹമ്മദാബാദ് തുണിമിൽ സമരം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, നിസ്സഹരണ സമരം, ഉപ്പു സത്യാഗ്രഹം, ക്വിറ്റ് ഇന്ത്യ സമരം. ഈ ഭാഗങ്ങളാണ് പ്രധാനമായും 4ാം ക്ലാസ്സിലെ അല്ലെങ്കിൽ LSS പരീക്ഷയ്ക്ക് ഇരിക്കുന്ന കൊച്ചു കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ട പോയിന്റുകൾ. എന്താണ് പ്രവാസി ദിനം? നമുക്കറിയാം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ആദരണീയനായ മഹത് വ്യക്തിത്വമാണ് ഗാന്ധിജി. 1915 ജനുവരി 9 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ബോംബെയിലെ അപ്പോളോ ബന്ദർ തുറമുഖത്ത് തിരിച്ചു വന്നു, അല്ലെങ്കിൽ കപ്പലിറങ്ങി. 1915 ജനുവരി 9 ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഭാഗമാകുന്നത്. അതുകൊണ്ട് ജനുവരി 9 അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി, അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചെത്തിയതിന്റെ ഓർമ്മയ്ക്കായി ജനുവരി 9 പ്രവാസി ദിനമായി ആചരിക്കുന്നു. എന്താണ് സത്യാഗ്രഹം? ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് ഗാന്ധിജി തിരഞ്ഞെടുത്ത സമര രീതിയായിരുന്നു സത്യാഗ്രഹ സമര രീതി. സത്യത്തെ മുറുകെ പിടിക്കുക, അഹിംസ കൈവെടിയാതിരിക്കുക, തെറ്റെന്ന് തോന്നുന്നതിനെ അംഗീകരിക്കാതിരിക്കുക എന്നതാണ് സത്യാഗ്രഹം കൊണ്ട് ഗാന്ധിജി അർത്ഥമാക്കുന്നത്. ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹ സമരമായിരുന്നു, അല്ലെങ്കിൽ സത്യാഗ്രഹ സമര പരീക്ഷണമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. 1917 ബീഹാറിലെ ചമ്പാരൻ ഗ്രാമത്തിൽ നടന്ന സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹ സമരം. എന്തിനു വേണ്ടിയായിരുന്നു ചമ്പാരൻ സമരം? നീലം കൃഷിയുമായി ബന്ധപ്പെട്ട സമരമായിരുന്നു ഇത്. കൃഷിഭൂമിയുടെ കൂടുതൽ ഭാഗത്ത് നീലം കൃഷി ചെയ്യാനും തോട്ടമുടമകളായ ബ്രിട്ടീഷുകാർ നിശ്ചയിക്കുന്ന വിലയ്ക്ക് നീലം വിൽക്കാനും കർഷകരിൽ നിന്ന് അധിക നികുതി ഈടാക്കുന്നതിനും എതിരെയായിരുന്നു ചമ്പാരൻ സമരം. എന്തൊക്കെയായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രത്യേകതകൾ? നീലം കർഷകരുടെ ദുരിതങ്ങൾ, കർഷകരിൽ നിന്ന് അധിക നികുതി ഈടാക്കൽ, ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹ പരീക്ഷണം. സമരത്തിന്റെ ഫലമായി കർഷകരുടെ ദുരിതങ്ങൾ കുറഞ്ഞു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ചരിത്രവുമായി ബന്ധപ്പെട്ട് പ്രവാസി ദിനം, സത്യാഗ്രഹം, ചമ്പാരൻ സമരം എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. മറ്റ് എപ്പിസോഡുകളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. തൽക്കാലം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കട്ടെ.